പുനലൂർ തെങ്കാശി ട്രാവൽ സീരീസിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഗുണ്ടാർ ഡാമിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗുണ്ടാർ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ 11:20 നമ്മൾ കുറ്റാലം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഗുണ്ടാറിൽ നിന്ന് നമ്മൾ ചെങ്കോട്ട വഴിയല്ല കുറ്റാലത്തേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് നേരിട്ട് നമുക്ക് കുറ്റാലത്തേക്ക് പോകാനൊരു വഴിയുണ്ട്, വല്ലം വഴി. നമ്മൾ ആ റോഡിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് സാധാരണ വരുമ്പോൾ കുറ്റാലത്ത് പോകാനായിട്ട് ചെങ്കോട്ടയിൽ നിന്ന് നേരിട്ട് കുറ്റാലത്തേക്ക് പോവുകയാണ് പതിവ്. നമ്മൾ ഇനി മുതൽ വരുമ്പോൾ നമുക്ക് ഈ ഗുണ്ടാർ ഡാം സന്ദർശിച്ചതിന് ശേഷം കുറ്റാലത്തേക്ക് പോകാവുന്നതാണ്. അത്തരത്തിലുള്ളൊരു വഴിയാണിത്. ആദ്യം റോഡ് കുറച്ച് നല്ലതായിരുന്നെങ്കിലും മുന്നോട്ട് പോയപ്പോൾ കുറച്ച് മോശമായി തുടങ്ങിയെങ്കിലും പോകുന്നതിന് തടസ്സമൊന്നുമില്ല. ചുറ്റും മാവിൻ്റെ തോട്ടങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വലിയ വാഹനങ്ങൾ, അതായത് ഒരു ട്രാവലർ കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾക്ക് പോകുവാനായിട്ട് ബുദ്ധിമുട്ടൊന്നും തന്നെ ഇല്ല. നമ്മുടെ ഗുണ്ടാർ ഡാമിൽ നിന്നും ചെങ്കോട്ടയിലെത്തി നമ്മൾ കുറ്റാലത്തെ മെയിൻ ഫാൾസിലേക്ക് അല്ലെങ്കിൽ 5 ഫാൾസിലേക്കൊക്കെ പോകുന്നതിന് കുറച്ച് ദൂരം കൂടുതലുണ്ട്. അതായത് നമ്മുടെ ഗുണ്ടാർ ഡാമിൽ നിന്ന് 5 ഫാൾസിലേക്ക് 15 കിലോമീറ്ററും നമ്മൾ ഈ വഴി, ഇത് വല്ലം എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കുള്ളതാണ്. വല്ലം വഴി നമ്മൾ മെയിൻ ഫാൾസ് അല്ലെങ്കിൽ 5 ഫാൾസിലേക്ക് പോവുകയാണെങ്കിൽ 12 കിലോമീറ്ററുമാണ് വരുന്നത്. ഏകദേശം 3 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റോഡ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ഗുണ്ടാർ ഡാമിൽ നിന്ന് നമുക്ക് 5 ഫാൾസിലേക്കും പിന്നീട് അവിടെ നിന്ന് മെയിൻ ഫാൾസിലേക്കും പോകാവുന്നതാണ്. നമ്മൾ ആദ്യമേ പോകുന്നത് 5 ഫാൾസിലേക്കാണ്, ഐന്തരുവിയിൽ. അപ്പോൾ നമ്മുടെ ഗുണ്ടാർ ഡാമിൽ നിന്നും ഈ റോഡിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കേണ്ടതെന്ന് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് 3ാമത്തെ എപ്പിസോഡിൽ ഗുണ്ടാർ ഡാമിൻ്റെ കാഴ്ചകളിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒന്നെടുത്ത് കണ്ടാൽ മതി. അപ്പോൾ നമ്മളങ്ങനെ മുന്നോട്ട് പോകുന്തോറും കുറച്ച് വയലിൻ്റെ പ്രദേശങ്ങളൊക്കെ എത്തി. ആ വയലിൽ ഇവിടുത്തെ ആളുകൾ മേൽമണ്ണിട്ടിട്ട് അവിടെ വീണ്ടും മാവിൻ്റെ തൈകൾ വെച്ച് പിടിപ്പിക്കുകയാണ്. അതായത് ഈ കാലാവസ്ഥ മാവിൻ്റെ കൃഷിക്ക് വളരെയധികം അനുയോജ്യമായ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു മാക്സിമം എവിടെയൊക്കെ കൃഷി ചെയ്യാമോ അവിടെ എല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. നമ്മളങ്ങനെ മറ്റൊരു റോഡിലേക്ക് പ്രവേശിച്ചു. ഇത് വല്ലത്ത് നിന്ന് മറ്റെവിടേക്കോ പോകുന്നൊരു റോഡാണ്, അത്യാവശ്യം നല്ല റോഡാണ്. അങ്ങനെ നമ്മൾ ആ റോഡിലൂടെ വല്ലം ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ വാഹനത്തിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വല്ലം ടൗണിലെത്തിയാൽ നിങ്ങൾക്ക് വഴി തെറ്റാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് ഒന്നെങ്കിൽ കുറ്റാലം മെയിൻ ഫാൾസെന്നോ അല്ലെങ്കിൽ 5 ഫാൾസെന്നോ ഇട്ടിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിനകത്തുകൂടി പോകാനായിട്ട്. അതായത് നമ്മുടെ ഈ ടൗണിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ചെറുതായിട്ടുള്ള ഒരുപാട് വഴികൾ കാണപ്പെടുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് നമ്മളെ ഈ ടൗണിന് പുറത്ത് കൊണ്ടെത്തിക്കുന്നതാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ടൗണാണ് വല്ലം എന്ന് പറയുന്നത്. നമ്മുടെ പൊന്നിയിൻ സെൽവൻ സിനിമയിൽ കാർത്തിയൊക്കെ വല്ലം ടൗണിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ വല്ലം ഇതല്ല എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നമ്മൾ വല്ലം ടൗണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത് കുറ്റാലത്ത് നിന്ന് ചെങ്കോട്ടയിലേക്കുള്ള റോഡിലാണ്. നമ്മളങ്ങനെ ഈ ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. ഇത് വല്ലത്തേക്കുള്ള റോഡ് തിരിയുന്ന ഭാഗമാണ്. ലെഫ്റ്റിലേക്ക് പോയാൽ നമ്മൾ ചെങ്കോട്ടയിൽ ചെന്നെത്തും, റൈറ്റിലേക്ക് പോയാൽ നമ്മൾ കുറ്റാലത്തേക്കാണ് പോകുന്നത്. സാധാരണ കുറ്റാലത്ത് നിന്ന് ചെങ്കോട്ടയ്ക്ക് പോകുന്ന ബസ്സുകളൊക്കെ വല്ലം വഴിയാണ് പോകുന്നത്. അത്യാവശ്യം പോപ്പുലേഷനുള്ള ഒരു ഏരിയയാണ് വല്ലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റാലം ചെങ്കോട്ട ബസ്സുകൾ, തെങ്കാശിയിൽ നിന്ന് കുറ്റാലം വഴി ചെങ്കോട്ടയ്ക്ക് പോകുന്ന ബസ്സുകളൊക്കെ വല്ലം കണക്ട് ചെയ്തിട്ടാണ് ചെങ്കോട്ടയ്ക്ക് പോകുന്നത്. ആ റോഡ് നല്ല റോഡ് തന്നെയാണ്. നമ്മളങ്ങനെ കുറ്റാലം ചെങ്കോട്ട റോഡിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇനിയും ഒന്ന് തിരിഞ്ഞു പോവുകയാണ്. കാരണം നമ്മൾ ആദ്യമേ പോകുന്നത് 5 ഫാൾസിലേക്കാണ്. നേരെ പോയാൽ ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ പോയാൽ നമുക്ക് കുറ്റാലം മെയിൻ ഫാൾസിലേക്കാണ് പോകാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കുറ്റാലം 5 ഫാൾസിലേക്ക് പോകാം. ഇത് കുറ്റാലം ബൈപ്പാസ് എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം നേരെ പോയാൽ മെയിൻ ഫാൾസ് എത്തും. ഇവിടുന്ന് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് 5 ഫാൾസിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ആദ്യമേ 5 ഫാൾസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചെങ്കോട്ട ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഈ റോഡ് പ്രയോജനപ്പെടുത്തി 5 ഫാൾസിലേക്ക് പോകാം. അവിടെ നിന്ന് നമുക്ക് നേരെ വേറൊരു റോഡ് കുറ്റാലം മെയിൻ ഫാൾസിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കുറ്റാലം ബൈപ്പാസ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. ചില സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ റോഡ് കിടപ്പുണ്ട്, ചിലയിടത്ത് നല്ല രീതിയിൽ ഇളകിയും കിടപ്പുണ്ട്. എങ്കിലും വാഹനം കടന്നു പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ മോശം റോഡാണെങ്കിൽ നമ്മളത് എടുത്തു പറയുന്നതാണ്. പക്ഷേ ഇത് വാഹനം കടന്നു പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നീട് കുറ്റാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള റിസോർട്ടുകളെല്ലാം ഈ റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പല വലിയ റിസോർട്ടുകളൊക്കെ ഈ ഒരു ബൈപ്പാസ് റോഡിലാണ് കാണപ്പെടുന്നത്. അപ്പം നമ്മുടെ റോഡിൻ്റെ 2 വശത്തും കൂടി പോത്തിൻ്റെ കൂട്ടങ്ങളാണ് നടന്നു നീങ്ങുന്നത്. പശുക്കളും ഉണ്ട്. അപ്പോൾ അവർ നല്ല രീതിയിൽ റോഡ് കവർ ചെയ്ത് തന്നെ പോകുന്നു. നമ്മൾ നമ്മുടേതായ ഒരു വഴി കണ്ടെത്തി പോവുക. വാഹനങ്ങളൊക്കെ അതുകൊണ്ട് ലൈൻ തെറ്റിച്ചാണ് കയറി വരുന്നത്. ഇപ്പോൾ റൈറ്റ് സൈഡിലൊരു സ്കൂൾ കാണാം. പ്രധാനപ്പെട്ട സ്കൂളുകളുമൊക്കെ ഈ ഒരു ബൈപ്പാസ് റോഡിൻ്റെ 2 വശങ്ങളിലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെയുണ്ട് കുറച്ച് പോത്തിൻ്റെ കൂട്ടങ്ങൾ. വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അവരത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്. നമുക്ക് മുൻഭാഗത്തായിട്ട് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം. നമ്മുടെ കേരളത്തിൻ്റെതായ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. ഗുണ്ടാർ ഡാമും കുറ്റാലം ഫാൾസും തമ്മിൽ വലിയ ദൂരമില്ല. നമ്മളിങ്ങനെ U-ടേൺ എടുത്ത് കറങ്ങി വരുന്ന പോലെയാണ്. നമ്മുടെ മലയുടെ തൊട്ടപ്പുറത്തെ വശത്ത് തന്നെയാണ് ഗുണ്ടാർ ഡാം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ദിശയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, പശ്ചിമഘട്ടത്തിൻ്റെ അടിവാരത്തിലേക്ക്. ഇത് മറ്റൊരു റിസോർട്ടാണ്, നല്ല ഭംഗിയുണ്ട്. റിസോർട്ടാണോ വീടാണോ എന്നറിയില്ല, എങ്കിലും ഒരു
നല്ല നിർമ്മിതിയാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പശ്ചിമഘട്ടത്തിൻ്റെ വ്യൂ ഒക്കെ കിട്ടുന്നതാണ്. ഈ ബൈപ്പാസ് റോഡ് വന്ന് അവസാനിക്കുന്നത് നമ്മുടെ 5 ഫാൾസിൽ നിന്ന് കുറ്റാലം മെയിൻ ഫാൾസിലേക്ക് പോകുന്ന റോഡിലാണ്. അപ്പോൾ ഇവിടെ വേറൊരു റിസോർട്ട് കാണാം. നമ്മളങ്ങനെ ബൈപ്പാസ് റോഡിൻ്റെ അവസാനത്തിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് ഇടത്തേക്ക് പോയാൽ നമുക്ക് കുറ്റാലം മെയിൻ ഫാൾസിലേക്ക് പോകാം. വലത്തേക്ക് പോയി കഴിഞ്ഞാൽ 5 ഫാൾസിലേക്ക് പോകാം. ഐന്തരുവി ഇവിടെ ബോർഡുകളൊക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. നേരെയാണ് നമ്മൾ 5 ഫാൾസിലേക്ക് പോകുന്നത്. പണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള കാടായിരുന്നു. ഇപ്പോൾ ടൂറിസം വകുപ്പൊക്കെ ഏറ്റെടുത്ത് വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്ത് പാർക്കിങ്ങും ഒക്കെ ഒരുക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് 5 ഫാൾസ് എന്ന് പറയുന്നത്. ഏകദേശം മെയിൻ ഫാൾസിലേക്കാൾ പല സമയങ്ങളിലും 5 ഫാൾസിൽ വെള്ളം വരാറുണ്ട്. അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി വനത്തിനുള്ളിലേക്കാണ് 5 ഫാൾസ് കയറി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 5 ഫാൾസ് മിക്കപ്പോഴും വെള്ളം വരാറുണ്ട് ചെറിയ ചെറിയ ചോലയിൽ നിന്നൊക്കെ. നമ്മുടെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് വലിയ രീതിയിൽ വെള്ളം ഒഴുകിയെത്തി 5 ഫാൾസ് ഒക്കെ അടച്ചിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഫ്ലഡ് ലൈക്ക് സിറ്റുവേഷൻ വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, 5 ഫാൾസ് അടയ്ക്കാറുണ്ട്, കുറ്റാലം മെയിൻ ഫാൾസ് പോലെ തന്നെ. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഉയരക്കുറവുള്ളൊരു വെള്ളച്ചാട്ടമാണ്. നമ്മുടെ കുറ്റാലം മെയിൻ ഫാൾസിനേക്കാൾ ഉയരക്കുറവാണ്. നമുക്ക് കീഴിലായിട്ട് പോയി നിന്ന് കുളിക്കാനായിട്ട് പറ്റും. ഇന്നൊരു അവധി ദിവസമാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. നമ്മുടെ പാർക്കിങ്ങിൽ എവിടെയെങ്കിലും നമുക്ക് നമ്മുടെ വാഹനം ഒന്ന് പാർക്ക് ചെയ്യണം. നല്ല തിരക്കുണ്ട്. അതായത് തമിഴ്നാടുകാർ, ചെന്നൈയിൽ നിന്ന് അടക്കമുള്ള ആളുകൾ കുറ്റാലം സന്ദർശിക്കാൻ എത്തുന്നവർ ഈ 5 ഫാൾസും സന്ദർശിച്ചിട്ടാണ് മടങ്ങുന്നത്. അവർ മെയിൻ ഫാൾസും സന്ദർശിക്കും, അവർ 5 ഫാൾസും പിന്നീട് ഇപ്പം തൊട്ടടുത്തായിട്ട് ചെറിയ ചെറിയ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ, നമ്മളിപ്പോൾ കണ്ട ഗുണ്ടാറിൽ തന്നെ ഉണ്ടൊരു കുഞ്ഞു വെള്ളച്ചാട്ടം. അതും ഭാവിയിൽ ഇതുപോലെ 5 ഫാൾസ് പോലെയൊക്കെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഇതൊരു വലിയ ടൂറിസം കേന്ദ്രമായിട്ട് മാറുകയാണ് തമിഴ്നാട്ടിലെ. പണ്ട് മുതലേ കുറ്റാലം ഒരു വലിയ ടൂറിസം കേന്ദ്രമാണ്. ഇപ്പോൾ ദക്ഷിണേന്ത്യയിലെ സ്പാ എന്നാണ് നമ്മുടെ കുറ്റാലം വെള്ളച്ചാട്ടം അറിയപ്പെടുന്നത് തന്നെ. നമ്മളങ്ങനെ നടന്ന് 5 ഫാൾസിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ എൻട്രി ഫീസൊന്നുമില്ല, നമുക്ക് നേരിട്ട് കയറാവുന്നതാണ്. ഇതാണ് നമ്മുടെ 5 ഫാൾസ് അല്ലെങ്കിൽ ഐന്തരുവി എന്ന് പറയുന്ന വെള്ളച്ചാട്ടം. നമ്മുടെ കുറ്റാലം മെയിൻ ഫാൾസിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടമാണ് ഐന്തരുവി അല്ലെങ്കിൽ 5 ഫാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല തിരക്കുണ്ട് ഇന്ന്, അതുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോയി വീഡിയോ ഒന്നും എടുക്കുന്നില്ല. കാരണം അവർക്ക് പ്രൈവസി വിഷയം ഉണ്ടാവും, എല്ലാവർക്കും കുളിക്കേണ്ട ഒരു ഭാഗമാണത്. അപ്പോൾ നിങ്ങൾ മെയിൻ ഫാൾസിൽ വരുമ്പോൾ നല്ല തിരക്കൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അവിടെ നിന്നൊരു 4-5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ 5 ഫാൾസിലേക്ക്. ഓട്ടോ വിളിച്ചോ അല്ലെങ്കിൽ ബസ് സർവീസ് കുറവാണെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഇവിടെ എത്തി കുളിച്ചിട്ട് പോകാവുന്നതാണ്. അല്ലെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങളിലൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് 5 ഫാൾസിൽ വന്ന് നോക്കിയിട്ട് പോകാവുന്നതാണ്. ഇന്ന് പിന്നെ പൂജ അവധി ആയതുകൊണ്ടാണ് നല്ല തിരക്കുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇവിടെ കാണപ്പെടുന്നത്. ഇപ്പം കുറച്ച് വെള്ളം കുറവാണ്, പക്ഷെ നമ്മുടെ മഴ സമയത്തൊക്കെ, അതായത് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ സമയത്തൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഭംഗിയായിട്ടാണ് ഈ വെള്ളം ഒഴുകുന്നത് കാണാൻ സാധിക്കുന്നത്. നമുക്ക് എന്തായാലും ഇവിടുത്തെ കടകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം. സാധാരണ നമ്മളൊരു സ്ഥലത്തെത്തുമ്പോൾ പ്രധാനമായിട്ടും നോക്കിക്കാണുന്ന അവിടുത്തെ ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെയാണ്. ഒരു ടൂറിസം കേന്ദ്രത്തെ പൂർണ്ണമാക്കുന്നത് അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളാണ്. നമ്മൾ മേടിച്ചോ ഇല്ലയോ നമുക്കിതൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നതിനൊരു രസകരമായ അനുഭവമാണ്. നമ്മൾ കുറ്റാലത്ത് പണ്ട് വരുമ്പം തൊട്ടേ നമുക്കറിയാം, ചെറിയ ചെറിയ 10 രൂപ 20 രൂപ കടകളൊക്കെ ധാരാളം കുറ്റാലത്തൊക്കെ കാണാറുണ്ട്. ഇവിടെയും അതുപോലത്തുള്ള ചെറിയ ചെറിയ കടകളുണ്ട്. ഇവിടെ ഒരു 10 രൂപ കടയുണ്ട്. അത്തരം സാധനങ്ങൾക്കെല്ലാം, അവിടെ ഇരിക്കുന്ന സാധനങ്ങൾക്കെല്ലാം 10 രൂപയാണ് വില വരുന്നത്. നമ്മളങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് ഒരു വിളി വരുന്നൊരു മലയാളം ശബ്ദം കേട്ടു. അപ്പോൾ നോക്കിയപ്പോൾ എന്താ, ഒരു ചേട്ടൻ വിളിക്കുന്നു ഇതിനകത്ത് കയറി ഷൂട്ട് ചെയ്തോളാൻ. അപ്പോൾ ഇത് നമ്മുടെ ഒരു മലയാളിയുടെ കടയാണ്. അപ്പോൾ ഇതിനകത്തിരിക്കുന്ന ചേട്ടനാണ് വിളിച്ചത്, ഹരിച്ചേട്ടനാണിത്. ഹരിച്ചേട്ടൻ പറഞ്ഞു അകത്ത് കയറി വീഡിയോ എടുക്കാൻ. പേര് ഹരി. ഇവിടെ ഇപ്പോൾ 1.5 വർഷം തുടങ്ങിയിട്ട്. പത്തനാപുരം എന്ന് പറയും, പനമ്പറ്റ. നമ്മുടെ ഹരിച്ചേട്ടൻ്റെ വീട് പത്തനാപുരത്താണ്, പനമ്പറ്റ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 10-35 വർഷമായിട്ട് ഇവിടെ നടത്തുന്നൊരു കടയാണ്. പുനലൂരുള്ള ഒരു ടീമിൻ്റെ കടയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ഈ ആയുർവേദ ഓയിലുകളും മറ്റ് സാധനങ്ങളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. സ്വീറ്റ്സ് ആണെങ്കിലും അപ്പുറത്തെ ഒരു സെക്ഷനിൽ നമ്മുടെ തേയില, ചന്ദനങ്ങൾ, അങ്ങനെയുള്ള ഓയിലുകളെല്ലാം ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റൊരു നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ മലയാളികളുടെ ഒരു കട കാണുന്നത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ഈ ഒരു കട കാണുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു കച്ചവട സ്ഥാപനങ്ങളുടെ ഇടയിലായിട്ട്, അതായത് പാർക്കിങ്ങിൻ്റെ ഏകദേശം ഒരു വടക്ക് ഭാഗത്തായിട്ടാണ് ഈ കട വരുന്നത്. അപ്പോൾ ഇവിടെ കയറി നമുക്ക് സാധനങ്ങളൊക്കെ മേടിക്കാവുന്നതാണ്. വിലയൊക്കെ നമ്മുടെ അവിടെ തന്നെയുള്ള നോർമൽ വില തന്നെയാണ്. ഒരു ടൂറൊക്കെ വരുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ നേരിടുന്നൊരു പ്രശ്നമാണ് നമുക്ക് ഈ സ്ഥലങ്ങളിലെ സാധനങ്ങളുടെ അമിതമായ വില ഈടാക്കുന്നു ഉള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് മാന്യമായ വിലയിൽ മേടിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഞങ്ങളെ വിളിച്ചതുകൊണ്ട് ഞങ്ങളിവിടെ കയറിയതൊക്കെ ഒന്ന് കണ്ടതാണ്. നമ്മളെന്തായാലും ഹരിച്ചേട്ടനോട് യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. നമുക്ക് ഇനി പോകാനുള്ളത് കുറ്റാലം മെയിൻ ഫാൾസിലേക്കാണ്.
നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കഴിക്കണം. നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു വന്നപ്പോൾ ഇത്തരത്തിലുള്ളൊരു വടയും ബജ്ജിയൊക്കെ വിൽക്കുന്നൊരു കട കണ്ടു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് കയറിയതാണ്. ചേട്ടൻ എന്തായാലും അതെടുത്ത് ചൂടാക്കിയാണ് തരുന്നത്. ഇവിടെ ബജ്ജി മുളകൊക്കെ ഇരിപ്പുണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ഉള്ളിവട, പിന്നെ മറ്റെന്തോ ഒരു ബജ്ജി അവിടെ ഇരിപ്പുണ്ട്, പിന്നെ മാഗിയുണ്ട്, കാടമുട്ടയുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്കൊന്ന് വൈകുന്നേരമാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി ഇത് സജീവമാകുന്നത്. വൈകുന്നേരം സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ക്രൗഡ് ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ ഫൈവ് ഫാൾസിൽ ഇത്തരത്തിലുള്ള നിരവധി കടകൾ ഉണ്ട്. ഇത് ഇവരുടെ സീസൺ സമയമാണ്. നമ്മുടെ വടക്ക് കിഴക്കൻ മൺസൂൺ സമയത്തെയാണ് ഇവർ സീസൺ സമയമായിട്ട് കണക്കാക്കുന്നത്. ആ സമയത്ത് ഈ ഒരു പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള മലനിരകളിൽ നിന്നെല്ലാം അത്യാവശ്യം അരുവികളെല്ലാം സജീവമായി, വെള്ളച്ചാട്ടങ്ങളെല്ലാം സജീവമാവുന്നൊരു കാലമാണ്. അപ്പോൾ അതൊരു സീസണായിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത്. കുറ്റാലം സീസൺ എന്ന് പറഞ്ഞാണ് ആഘോഷിക്കുന്നത്. ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ കഴിയുന്നതോടുകൂടി അവരുടെ സീസൺ ആരംഭിക്കുന്നതാണ്. വെള്ളച്ചാട്ടങ്ങളായാലും നദികളായാലും ഡാമുകളൊക്കെ ആയാലും തമിഴ്നാട്ടുകാർക്ക് അത്ര പ്രിയപ്പെട്ട ഒന്നാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന ചൂടിൻ്റെ അതേ ചൂടാണ് വർഷം മുഴുവൻ തമിഴ്നാട്ടിൽ ഏകദേശം അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ നദികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്നവയാണ്. നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ബൈപ്പാസ് തുടങ്ങുന്ന പോയിന്റിലെത്തി. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത്, ഇടത്തു നിന്നാണ് വന്നത്. നമ്മൾ നേരെ ഇനി മെയിൻ ഫാൾസിലേക്കാണ് പോകുന്നത്. ഇവിടെ ആവശ്യത്തിന് സൈൻ ബോർഡ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് വഴിയൊന്നും തെറ്റത്തില്ല. അപ്പോൾ നമ്മൾ നേരെ മെയിൻ ഫാൾസിലേക്ക് പോവുകയാണ്. ഇടത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഫൈവ് ഫാൾസ് കണ്ടിട്ട് തിരിച്ച് മടങ്ങാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഇടത്തേക്കുള്ള വഴി പോയാൽ നമുക്ക് ചെങ്കോട്ടയിൽ എത്തിച്ചേരാവുന്നതാണ്. നമ്മളങ്ങനെ മെയിൻ ഫാൾസിലേക്കുള്ള റോഡിലേക്ക് പോവുകയാണ്. അപ്പോൾ വലിയ ദൂരമില്ല, ഏകദേശം ഒരു 3, 4, 5 കിലോമീറ്ററിനുള്ളിൽ നമ്മുടെ മെയിൻ ഫാൾസ് എത്തിച്ചേരും. ഇവിടെ നമ്മൾ ഈ വഴിയിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ മുകളിലായിട്ട് ഒരു പാർക്കിംഗ് ഉണ്ട്, നമുക്ക് അവിടേക്ക് കയറാം. നമ്മളിനി ചെങ്കോട്ടയിൽ നിന്ന് വരുമ്പോൾ നമ്മളിങ്ങനെ താഴേക്ക് കറങ്ങി താഴ്ഭാഗത്തായിട്ടാണ് ഒരു പാർക്കിംഗ് ഉള്ളത്. ഇവിടെ നമുക്ക് മുകൾ ഭാഗത്തായിട്ട് മറ്റൊരു പാർക്കിംഗ് ഉണ്ട്. നമ്മളെന്തായാലും ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. മെയിൻ ഫാൾസിലും വലിയ വെള്ളമില്ല. മെയിൻ ഫാൾസിലൊക്കെ വെള്ളം വരുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ നല്ല തകർത്ത് പെയ്യുന്ന സമയത്താണ്. അല്ലാത്ത സമയത്തൊക്കെ പോകുമ്പോൾ ചെറിയ നൂല് പോലെ കാണാറുണ്ട്, അല്ലെങ്കിൽ കുളിക്കാനുള്ള വെള്ളമുള്ള സമയങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഫൈവ് ഫാൾസിൻ്റെ അത്രയും വെള്ളം ഇവിടെയും ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പടിക്കെട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി നമ്മൾ താഴേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കണ്ടു തുടങ്ങും. സീസൺ സമയമായതുകൊണ്ട് ഈ പടിക്കെട്ടിൻ്റെ അവിടെ മുതൽ കച്ചവടക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ കച്ചവടക്കാരനുണ്ട്, അതിൻ്റെ താഴെ മറ്റൊരു ആളിരിപ്പുണ്ട്. ആ ചേട്ടന് എലി ജ്യോതിഷമാണെന്നാണ് പറഞ്ഞത്, എലിയെ കൊണ്ട് ജ്യോതിഷം. അങ്ങനെ ചെറിയ ചെറിയ കടകളൊക്കെ ഇവിടം തൊട്ടേ കണ്ടു തുടങ്ങുന്നുണ്ട്. പഴയ ബിൽഡിങ്സിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ആ ഭാഗത്ത് കാണാം. നമ്മളങ്ങനെ കടകളുള്ള ഭാഗത്തേക്ക് കയറി. ഇവിടെയായിട്ട് നമുക്ക് കുറ്റാലം അമ്പലം കാണാനായിട്ട് സാധിക്കും. അരുൾമികു തിരുക്കുറ്റാലനാഥർ ടെമ്പിൾ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. നമ്മുടെ കുറ്റാലം ഫാൾസിലേക്കുള്ള വഴിയിൽ വലതു ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം കാണപ്പെടുന്നത്. അപ്പോൾ നിരവധി ഭക്തർ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. ഇവിടെ നിന്ന് ഇടതു ഭാഗത്തു കൂടി കാണുന്ന വഴിയിലൂടെ നമുക്ക് അകത്തേക്ക് പോകാവുന്നതാണ്. ഒരുപാട് വഴികളുണ്ട് നമുക്ക് മെയിൻ ഫാൾസിലേക്ക് എത്താനായിട്ട്. ഇതൊരു വഴിയാണ്. ഇതിൻ്റെ ഇടതു ഭാഗത്ത് മേളിൽ കൂടി മറ്റൊരു വഴിയുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് അവശിഷ്ടങ്ങളൊക്കെ കാണാം. നമ്മൾ വരുന്നതിനൊരു 2 മാസം മുമ്പ്, ഇവിടെ സീസൺ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ അവർ മുൻകൂട്ടി പണിഞ്ഞിടും. അപ്പോൾ അതിന് ഒരു സമയത്ത് തീ പിടിക്കുകയും ഇവിടെ വലിയ രീതിയിലുള്ളൊരു തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തു. ആളപായമൊന്നുമില്ല. അത്തരത്തിലുള്ള തീപിടുത്തത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണപ്പെടുന്നത്. ഇവിടുത്തെ മുഴുവൻ കടകളും ആ ഒരു തീപിടുത്തത്തിൽ നശിച്ചു പോവുകയുണ്ടായി. നമ്മൾ നേരെ നമ്മുടെ കുറ്റാലം മെയിൻ ഫാൾസ് കാണാം. അത്യാവശ്യം വെള്ളമുണ്ട്. കുറ്റാലം മെയിൻ ഫാൾസിൻ്റെ ഒരു ഗുണം ഇതാണ്, നമുക്ക് എത്ര ദൂരെ നിന്ന് വേണമെങ്കിലും കുറ്റാലം മെയിൻ ഫാൾസ് കാണാം. ഇത്തരം റീലുകളൊക്കെ ഒരുപാട് ദൂരെ വയലിൻ്റെ നടുക്കൊക്കെ നിന്ന് ഓരോരുത്തർ കുറ്റാലത്തിൻ്റെ വ്യൂ ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ കുറ്റാലത്തിൻ്റെ മുൻഭാഗത്തേക്ക് എത്തി. ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ കാണാവുന്നതാണ്. നല്ല വെള്ളമുള്ളപ്പോൾ ഇതുവഴിയൊക്കെ വെള്ളം തെറിച്ച് നമ്മുടെ ദേഹത്തൂടെയൊക്കെ ഒഴുകുന്ന അവസ്ഥയുണ്ടാകും. ഈ താഴെ കാണുന്ന ഭാഗത്തുകൂടി വെള്ളം ഒഴുകും. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞ് ഏകദേശം 12:45 ആകുന്നു. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ ഇവിടെ അധികം തിരക്കില്ല. ഏതോ അമ്പലത്തിലെ ആചാരവുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ നടന്ന് നീങ്ങുന്നുണ്ട് കുടവുമായിട്ട്. അപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടാണ് അവിടെ ഒരു തിരക്ക് കുറവുള്ളത്. അല്ലാതെ വൈകുന്നേരമൊക്കെ ഒരു 2-3 മണി കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്ക്, ഇവിടെ ക്യൂ ആകും. അങ്ങനെ അവിടെ പോയി കുളിക്കുന്നതിനായിട്ടും വലിയൊരു ക്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പുനലൂരിൽ നിന്നും തെങ്കാശിയിലേക്കുള്ള ട്രാവൽ സീരീസ് ആയിരുന്നു. നമ്മളിപ്പം ഏകദേശം 4-5 സ്പോട്ടുകൾ കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്കൊരു സംശയം കാണും, നമ്മൾ ആവശ്യത്തിന് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഒരു ദിവസം കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതിനാണ് നമ്മൾ ഓരോ സ്പോട്ടിലും ആവശ്യത്തിന് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട്, അഥവാ നമ്മളിപ്പോൾ കുറ്റാലത്ത് കുളിച്ചില്ലെങ്കിൽ പോലും
നിങ്ങൾക്ക് ഇവിടെ വന്ന് കുളിക്കാനും സാധനങ്ങൾ കാണുവാനും അല്ലെങ്കിൽ സാധനം മേടിക്കാനുമുള്ള സമയമെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഓരോ സ്പോട്ടിൽ നിന്നും മടങ്ങി പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ മുക്കാൽ മണിക്കൂറോളം നമ്മളിവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. കുറ്റാലനാഥ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു പഴയ ക്ഷേത്രമാണിത്. അപ്പോൾ തീപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും ചെറിയ നാശനഷ്ടങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവിടുത്തെ പെയിൻ്റൊക്കെ ഒന്ന് ഫേഡായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് കുറ്റാലത്തെത്തുന്ന എല്ലാവർക്കും തരുന്നത്. ഇപ്പോൾ സീസൺ സമയത്തൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3/4 മണിക്കൂറല്ല 2-3 മണിക്കൂറൊക്കെ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാനുള്ളൊരു അവസരം നമുക്ക് കുറ്റാലത്തുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 2 മണി ആയിട്ടുണ്ട്. നമ്മളെന്തായാലും കുറ്റാലത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് തെങ്കാശി റൂട്ടിലേക്കാണ്. നമ്മൾ കുറ്റാലം മെയിൻ ഫാൾസിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡ്, 2 റോഡുകളാണ് പ്രധാനമായിട്ടും പോകുന്നത്. ഒന്ന് നമ്മൾ ചെങ്കോട്ടയിൽ നിന്ന് വരുന്ന റോഡ്, താഴേക്ക് കിടക്കുന്നത് തെങ്കാശിക്കുള്ള റോഡാണ്. അതുകൂടാതെ നമ്മൾ വന്ന നമ്മുടെ കുറ്റാലം ബൈപ്പാസ് റോഡ് കണക്ട് ചെയ്ത് 5 ഫാൾസിലേക്കുള്ളൊരു വഴി, അങ്ങനെ 3 റോഡുകൾ നമുക്ക് കുറ്റാലം മെയിൻ ഫാൾസ് ജംഗ്ഷനിൽ കാണാൻ സാധിക്കും. നമ്മളിപ്പം കുറ്റാലം മെയിൻ ഫാൾസിൽ നിന്ന് തെങ്കാശിയിലേക്കാണ് പോകുന്നത്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചുരുക്കിയാണ് കഴിച്ചിരുന്നത്. നമ്മൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ചാണ് അഡ്ജസ്റ്റ് ചെയ്തത്. ഇനി നമ്മൾ ഉച്ച സമയത്ത് എന്തെങ്കിലും നല്ല രീതിയിൽ കഴിക്കണം. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടാണ് തെങ്കാശി വഴി പോകാമെന്ന് തീരുമാനിച്ചത്. നമ്മൾ തെങ്കാശി ടൗൺ വഴി കറങ്ങി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ് പോകേണ്ടത്. നമുക്കിനി 3-4 ഓപ്ഷനുകളുണ്ട്. നമ്മൾ ആദ്യം തീരുമാനിച്ചിരുന്നത് നമ്മുടെ അന്യൻപാറയൊക്കെ വഴി സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകാനായിട്ടായിരുന്നു. ഇപ്പോൾ ഒരു സീസൺ സമയമല്ല നമ്മുടെ സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകാനായിട്ട്. അവിടെ സൂര്യകാന്തി പാടങ്ങളൊന്നും കാണാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് ഇത്രയും സ്ഥലങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാം. അതുകൂടാതെ ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നുകിൽ നമുക്ക് സുന്ദരപാണ്ഡിപുരത്തേക്ക് പോകാം, അന്യൻപാറയൊക്കെ കണ്ട് സൂര്യകാന്തി പാടമൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ഞങ്ങളിപ്പോൾ തീരുമാനിച്ചത് അധികം ആരും വിസിറ്റ് ചെയ്യാത്ത മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ടാണ്. കുറച്ച് ആളുകളൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട്, എന്നാലും അധികം അറിയപ്പെടാത്തൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഭഗവതിപുരം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം. ആ ഭഗവതിപുരം ഗ്രാമവും നമ്മുടെ റെയിൽവേ സ്റ്റേഷനും ഒക്കെയാണ് നമ്മൾ ഇനി പോകാൻ പോകുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത്. നമ്മളങ്ങനെ തെങ്കാശി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ വലിയ ടൗണിലേക്ക് അകത്തേക്ക് കയറുന്നില്ല. അവിടെ അടുത്ത് വല്ലതും നല്ല ഒരു ഹോട്ടലുണ്ടെങ്കിൽ അവിടെ കയറി ആഹാരം കഴിച്ചതിന് ശേഷം നമ്മൾ ഇനി പോകുന്നത് ഭഗവതിപുരത്തേക്കാണ്. നമ്മുടെ അടുത്ത എപ്പിസോഡും ഭഗവതിപുരം ഗ്രാമവും റെയിൽവേ സ്റ്റേഷനും ഒക്കെയാണ്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കുറ്റാലം മെയിൻ ഫാൾസിൽ നിന്നൊരു 2 മണിക്ക് മുമ്പായിട്ട് തന്നെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. എന്നിട്ടൊരു 2-2:15 നമ്മൾ ചെങ്കോട്ടയിലോ അല്ലെങ്കിൽ തെങ്കാശിയിലോ എത്തി ഫുഡ് കഴിച്ച് നമ്മളൊരു 2:30-ക്കുള്ളിൽ ഒരു 2:20 ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലെത്താൻ ഏകദേശം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റിനുള്ളിൽ നമ്മൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലെത്തും. തെങ്കാശിയിൽ നിന്നാണെങ്കിൽ ഒരു 40 മിനിറ്റ്, അല്ലെങ്കിൽ ചെങ്കോട്ടയിൽ നിന്നാണെങ്കിൽ ഒരു അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ 3 മണിക്കും 4 മണിക്കും അല്ലെങ്കിൽ 4:30ക്കും ഇടയിലായിട്ട്, ട്രെയിൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഒരു 4:30 വരെ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഒരു 3 മണിക്ക് ഉള്ളിലായിട്ട് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നാൽ നമുക്ക് 2 ട്രെയിനുകൾ അതുവഴി കടന്നു പോകുന്നത് കാണാൻ സാധിക്കും. ചിലപ്പോൾ ക്രോസിങ് അവിടെ വെച്ചായിരിക്കും നടക്കുന്നത്. നമ്മുടെ മധുര ഗുരുവായൂർ ട്രെയിൻ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രെയിനുകൾ അതുവഴി കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതിനകത്ത് തന്നെ പുനലൂർ ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിൻ ഇറങ്ങി ഒരു മല ഇറങ്ങിയാണ് വരുന്നത്. ആ കാഴ്ചയും നമുക്ക് നേരിട്ട് കാണാനായിട്ട് നമുക്ക് ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷനിലെത്തിയാൽ കാണാവുന്നതാണ്. നല്ലൊരു റെയിൽവേ സ്റ്റേഷനാണ്. അധികം തിരക്കൊന്നുമില്ലാത്ത പശ്ചിമഘട്ടത്തിൻ്റെ മടിത്തട്ടിലുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ആ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ്റെയും ഭഗവതിപുരം ഗ്രാമത്തിൻ്റെയും കാഴ്ചകളാണ് നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളങ്ങനെ ചെങ്കോട്ട ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിട്ടുണ്ട്. ഇനിയുള്ളത് ഭഗവതിപുരത്തിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് എത്തുന്നതുവരെ നന്ദി.